വിവാഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും സഭയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ശുശ്രൂഷ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് പലപ്പോഴും നമുക്ക് ചടങ്ങുകളുണ്ട്, പല രീതിയിൽ നമ്മൾ പല സ്ഥലത്തും പരസ്പര മോതിരങ്ങളും ഒക്കെ മാറാറുണ്ട്, പല കാര്യങ്ങളും. പക്ഷേ യഥാർത്ഥത്തിൽ സഭയാണ് നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചത്, നിശ്ചയിച്ചത് എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടാണ് സഭയുടെ പ്രതിനിധിയായ പുരോഹിതൻ മോതിരങ്ങൾ വാഴ്ത്തി നിങ്ങളുടെ കൈകളിൽ ധരിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു ചോദ്യമുണ്ട്, അത് പരസ്പരം അങ്ങ് മാറുന്നതല്ലേ നല്ല അച്ഛ എന്ന് പറയുന്ന ഒരുപാട് ആധുനിക മുഖങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വിവാഹം നിങ്ങളല്ല ഉറപ്പിച്ചിരിക്കുന്നത്, സഭയുടെ പ്രാതിനിധ്യത്തിലാണ് ഈ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ പ്രതിനിധിയായി നിങ്ങൾക്ക് വേണ്ടി മോതിരം വാഴ്ത്തി നൽകുന്നത് എന്നുള്ള ഒന്നാമത്തെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ ശുശ്രൂഷ, ഇപ്പോൾ കടന്നു വരുന്ന ശുശ്രൂഷ കിരീടം വഴിയുടെ ശുശ്രൂഷയാണ്. മാല, അത് കിരീടത്തിന്റെ രൂപത്തിൽ വാഴ്ത്തി, കുരിശടയാളത്തിൽ വാഴ്ത്തി ധരിപ്പിക്കുന്ന ഒരടയാണ്. 3 കിരീടങ്ങളാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് മാമോദീസായിൽ കൂടി, രണ്ടാമതായിട്ട് വിവാഹത്തിൽ കൂടി, മൂന്നാമതായിട്ട് നിത്യജീവന്റെ കിരീടവും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നിത്യജീവന്റെ കിരീടം പ്രാപിക്കുവാനുള്ളതിന്റെ ഔദാശ്യമായ ചിന്തകളുടെ ഒരു ഭാഗമാണ്. വരൻ ലഭിച്ചവൻ മാത്രമേ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്നത്തെ വിവാഹം പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. ബാംഗ്ലൂരിന്റെ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ വളരെ ആഘോഷപരമായ വിവാഹങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ എത്ര ദിവസമാണ് അത് മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമായി നിലകൊള്ളാറുണ്ട്. അങ്ങനെയല്ല നമ്മുടെ വിവാഹ ജീവിതം എന്നുള്ളത്. ഇതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാനിപ്പോഴും ഇവരൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, വിവാഹ ജീവിതത്തിലൂടെ 2 വ്യക്തികളെയും ദൈവം കൂട്ടിച്ചേർക്കും. നമ്മൾ പരിശുദ്ധമാണ്. അവരുടെ കിടപ്പറ, അവരുടെ ജീവിതം പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാനുള്ളതാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലുമൊക്കെ ദൈവം സൃഷ്ടിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ ജീവജാലങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമാണ്. എന്നാൽ മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച് അവരുടെ മൂക്കിൽ ജീവശ്വാസം മോദി എന്നാണ്, ദൈവത്തിന്റെ ജീവശ്വാസം മോദി. ഇനിയും മനുഷ്യ സൃഷ്ടിയുടെ ഒരു ഡ്യൂട്ടി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതാണ് നമ്മൾ ഇതിനെ വിശുദ്ധം എന്ന് വിളിക്കുന്നത്. മനുഷ്യന് വേണ്ടി വീണ്ടും മനുഷ്യ സൃഷ്ടിയെ നിലനിർത്തുവാനുള്ള ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം വിവാഹ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, വിവാഹ ജീവിതം അത് പരിശുദ്ധമാണ്, നമ്മുടെ ബന്ധങ്ങൾ പരിശുദ്ധമാണ് എന്നൊക്കെ പറയുന്നതിനുള്ള ആഴം എന്നുള്ളത്, പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ള വിവാഹ ജീവിതത്തിലൊക്കെ കാണാറുണ്ട്. പക്ഷെ അതിലുപരിയായി ഇതിലേക്ക് കൂടി വരുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമായി നിൽക്കുവാനും ദൈവ സൃഷ്ടിയുടെ കർമ്മത്തിൽ ഏർപ്പെടുവാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഇതിലൂടെ സഭ നിങ്ങൾക്ക് നൽകുന്നത്. ഇന്ന് പലപ്പോഴും ആധുനിക ലോകത്തിൽ ഒരു യൂറോപ്യൻ കൾച്ചറൊക്കെ നമ്മുടെ പല പ്രദേശങ്ങളിലും അഡാപ്റ്റ് ചെയ്യുന്നതായിട്ട്